real beauty in your heart. Boche Golden Diamonds. Buy now, pay later. കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത തൃത്താല മണ്ഡലത്തിലെ കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിലൂടെയുള്ള ഗതാഗതം വീണ്ടും നിരോധിച്ചു. പദ്ധതിയുടെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കുമ്പിടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ മാസമാണ് പദ്ധതി കമ്മീഷൻ ചെയ്തത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു മാസത്തിനിടെ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനായാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കല്ലുകൾ പുനർനിർമ്മിക്കൽ, അപ്രോച്ച് റോഡുകളുടെ പൂർത്തീകരണം, സംരക്ഷണ ഭിത്തി നിർമ്മാണം എന്നിവ ഉൾപ്പെടെയുള്ള പണികൾ ഇനിയും ബാക്കിയുണ്ട്. മഴയ്ക്ക് മുമ്പേ ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ മാർച്ച് 1 ഏറെ ആഘോഷപൂർവ്വം പാലം ഉദ്ഘാടനം ചെയ്തത്. 2 മാസത്തോളമാണ് പൊതുജനങ്ങൾക്ക് ഇതിന്റെ സൗകര്യം ലഭ്യമായത്. അതേസമയം പാലക്കാട് ജില്ലയിലെ കുമ്പിടി ഭാഗത്ത് മാത്രമാണ് അപ്രോച്ച് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നത്. മറുവശത്ത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്ത് ഭൂമി ഏറ്റെടുക്കൽ നടപടി ഇനിയും പൂർത്തിയായിട്ടില്ല. 8 ഭൂവുടമകളിൽ നിന്നുമുള്ള സമ്മതപത്രം ലഭിക്കാനുണ്ട്. മെയ് 4 ശേഷമാകും ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള മറ്റു നടപടിക്രമങ്ങൾ ആരംഭിക്കുക. പാലം അടച്ചിട്ടതോടെ കുമ്പിടിയും കുറ്റിപ്പുറവും തമ്മിലുള്ള യാത്ര വീണ്ടും പഴയ പോലെ ദൈർഘ്യമേറിയ വഴിയിലൂടെ നടത്തേണ്ടി വരുന്ന സ്ഥിതിയാണ്. ദിവസേന ഈ വഴിയിലൂടെ യാത്ര ചെയ്തിരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും സമയനഷ്ടവും അധിക ചെലവും നേരിടേണ്ടി വരുന്നു. 102 കോടി രൂപ ചെലവഴിച്ചാണ് 418 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത്. അനുബന്ധ പ്രവൃത്തികൾ പൂർത്തിയാക്കിയാൽ പാലം വീണ്ടും തുറന്നു കൊടുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.